സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്ന് 2023 ജൂൺ 1 വ്യാഴാഴ്ച നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ എക്സ്പയറി ആയിരുന്നു. നോക്കാം മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് വേൾഡ് മാർക്കറ്റ് ഒന്ന് നോക്കാം. US മാർക്കറ്റ് ഡോ ജോൺസ്, S&P 500, നെസ്ഡാക്ക് എല്ലാം നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് FTSE, CSE, DX എല്ലാം തന്നെ ഗ്രീനിലാണ്. US മാർക്കറ്റ് ബെയറിഷ് മോഡിലാണ്, പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഗ്രീനിലാണ്, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ഇൻഡെക്സുകൾ ഒഴികെ ബാക്കിയെല്ലാം ബെയറിഷാണ്. ഓൾമോസ്റ്റ് ഒരു 80% ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ ഇന്നൊരു ന്യൂട്രൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റുപ്പി $1 അഗെയിൻസ്റ്റ് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ 82.41 ആയിട്ടുണ്ട്. ഇന്നലെ 82.73 ആയിരുന്നു നമ്മൾ ഈ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ വരുമ്പോൾ. ഇപ്പോൾ അത് 82 രൂപ 41 പൈസയായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു ഗ്രോത്താണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,534 നിന്ന് 45 പോയിന്റ് ഗ്യാപ്പോടുകൂടി 18,579 ഇന്ന് ആരംഭിച്ചത്. 18,580 ഡേ ഹൈയും 18,464 ഡേ ലോയും വന്നത് വഴി 115 പോയിന്റ് അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,579 നിന്ന് 91 പോയിന്റ് നഷ്ടത്തിൽ 18,487 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 47 പോയിന്റ് താഴെയായിട്ടാണ് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 62,622 നിന്നും 114 പോയിന്റ് ഗ്യാപ്പോടുകൂടി 62,736 ഇന്ന് ആരംഭിച്ചത്. 62,762 ഡേ ഹൈയും 62,359 ഡേ ലോയും വന്നത് വഴി 403 പോയിന്റിന് അഥവാ 0.64% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 62,736 നിന്നും 307 പോയിന്റ് നഷ്ടത്തിൽ 62,428 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 194 പോയിന്റ് താഴെയായിട്ടാണ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആരംഭിച്ചത് 11.97, ഡേ ഹൈ 11.97 ആയിരുന്നു, ഡേ ലോ 11.22, 3.09% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.6 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 44,128 നിന്ന് 44 പോയിന്റ് ഗ്യാപ്പോട് കൂടി 44,179 ഇന്ന് ആരംഭിച്ചത്. 44,179 ഡേ ഹൈയും 43,706 ഡേ ലോയും വന്നത് വഴി 473 പോയിന്റിന് 1.07% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,172 നിന്ന് 381 പോയിന്റ് നഷ്ടത്തിൽ 43,790 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 338 പോയിന്റ് താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,445 നിന്ന് 63 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,508 ഇന്ന് ആരംഭിച്ചത്. 19,509 ഡേ ഹൈയും 19,285 ഡേ ലോയും വന്നത് വഴി 223 പോയിന്റ് അഥവാ 1.14% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,508 നിന്ന് 185 പോയിന്റിന്റെ നഷ്ടത്തോടുകൂടി 19,322 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 123 പോയിന്റ് താഴെയാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 50.17 നിന്നും 45 പോയിന്റ് ഗ്യാപ്പോട് കൂടി 50.62 ഇന്ന് ആരംഭിച്ചത്. 50.69 ഡേ ഹൈയും 49,521 ഡേ ലോയും വന്നത് വഴി 548 പോയിന്റിന് അഥവാ 1.09% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50.62 നിന്നും 457 പോയിന്റ് നഷ്ടത്തിൽ 49,605 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 412 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ ICICI പ്രൂലി, ICICI GI, ഡിവിസ് ലാബ്, അപ്പോളോ ഹോസ്പിറ്റൽ ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം നേടിയപ്പോൾ SBI ലൈഫ്, കൊട്ടാക് ബാങ്ക്, കോൾ ഇന്ത്യ, ഭാരതി എയർടെൽ ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജൂണിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആയ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,752 കോടിയുടെ ബൈങ്ങും 8,823 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 71 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്
ഇൻവെസ്റ്റേഴ്സ് 5715 കോടിയുടെ ബൈങ്ങും 5226 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 489 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒരു പരിധിവരെ ലാഭമെടുക്കാൻ തുടങ്ങിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 418 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോയിൽ നിഫ്റ്റി ഇന്നലെ 0.99 ആയിരുന്നു, ഇന്ന് അത് 0.87 ആയി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ന്യൂട്രൽ അല്ലെങ്കിൽ കയ്യാലപ്പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി അത് ബെയറിഷ് ആവാം അല്ലെങ്കിൽ ബുള്ളിഷ് ആവാം, രണ്ട് ഡയറക്ഷനിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇനി നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസായ 18488 നിന്നും 87 പോയിന്റുകൾ മുകളിലായിട്ടാണ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ അവസ്ഥ ബെയറിഷ് ആവുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.83 ആയിരുന്നു, അത് ഇന്ന് 0.69 ആയിട്ട് ക്ലിയർലി ബെയറിഷ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഫ്യൂച്ചറിൻ്റെ പ്രൈസിൽ കാര്യമായ ഒരു കുറവ് സംഭവിച്ചതായി കാണുന്നില്ല. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് 43,790 സ്പോട്ട് പ്രൈസാണ്, അവിടുന്ന് 196 പോയിന്റ് മുകളിലായിട്ട് 43,986 ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് ഇപ്പോൾ നടക്കുന്നത്. എക്സ്പയറിക്ക് ദിവസങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ വ്യത്യാസം കാര്യമാക്കേണ്ടതില്ല. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന നാളെ ജൂൺ 2 തീയതി വെള്ളിയാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, സെറ്റ്കോ ഓട്ടോമോട്ടീവ്, കോസ് പവർ എഞ്ചിനീയറിംഗ്, ഇഷാൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, ഒബ്ജക്റ്റ് വൺ ഇൻഫർമേഷൻ സിസ്റ്റംസ്, ബോത്ര മെറ്റൽസ് ആൻഡ് അലോയ്സ്. ഇതെല്ലാം തന്നെ കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഒരല്പം പ്രൈസിംഗ് ഉള്ള ഒരു സ്റ്റോക്ക്, ബാക്കിയെല്ലാം തന്നെ ഒരു പെന്നി സ്റ്റോക്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ കോസ് പവർ 300 രൂപ റേഞ്ചിലാണ് അതിൻ്റെ ട്രേഡിംഗ്, ബാക്കിയെല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത്. അടുത്ത വ്യാഴാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബിക്കാജി ഫുഡ്സ് ഇൻ്റർനാഷണൽ അവരുടെ ഫൈനൽ ഡിവിഡൻഡാണ് 75 പൈസ പെർ ഷെയർ ആണ് കൊടുക്കുന്നത്. പൊന്നി ഷുഗേഴ്സ് 6 രൂപ 50 പൈസ പെർ ഷെയർ ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ക്യൂഗോ ഫിനാൻസ് കമ്പനി 10 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. രാധാ ഗോവിന്ദ് കൊമേഴ്ഷ്യൽസ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുകയാണ്, ഒരു സ്റ്റോക്കിനെ 10 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത 8 തീയതി വരുന്ന അടുത്ത വ്യാഴാഴ്ച വരുന്നുള്ള ആരെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിൻ സർവീസസ്, നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി CPSE, നിഫ്റ്റി കമ്മോഡിറ്റീസ്, ഇൻഫ്ര, മെറ്റൽ, ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇതല്ലാതെ ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് പകുതിയും എന്ന് പറയുക, പകുതി നെഗറ്റീവാണ്, പകുതി പോസിറ്റീവാണ്. ഗ്ലോബൽ ഈവൻറ്റ്സ് നാളത്തേക്കൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നില്ല. സോ നാളെ ആ ഒരു സെഗ്മെൻറ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് ബ്രേക്ക്ഔട്ട് ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ടിന്യൂസ്ലി ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് കണ്ടിന്യൂസ്ലി താഴോട്ട് വന്നു. ഒരു മൊമെൻറ്റിൽ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് പൊങ്ങി ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലോട്ട് വന്നിരുന്നു. ഓൾമോസ്റ്റ് ആ സമയത്ത് ഒരുവിധം ട്രേഡുകൾ ആക്ടിവേഷൻ ആയതാണ്. ബട്ട് ഇമ്മീഡിയറ്റ്ലി അത് താഴോട്ട് പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും 1.35 അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ആ ഒരു സമയം തൊട്ട് മാർക്കറ്റ് പക്ക താഴോട്ട് തന്നെ വന്നു. അതായത് ബ്രേക്ക് ഡൗൺ ലെവലിൽ ഒരു 5 മിനിറ്റ്സ് ക്ലോസിങ് കിട്ടിയപ്പോൾ തൊട്ട് കൺഫേംഡ് ഡൗൺഫോൾ ആയിരുന്നു. അത് ഇന്നലത്തെ ഡേലോ അഥവാ ഇന്നത്തെ S1 പോയിട്ടാണ് അവസാനിച്ചത്. 18,491 റേഞ്ചിലേക്ക് പോയിട്ട് അവിടെ അവസാനിച്ചു. ഒരു ടാർഗറ്റ് എല്ലാവർക്കും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും, അതല്ലാതെ കാര്യമായ ഒരു മൊമെൻറ്റം എവിടെയും കണ്ടില്ല. ബാങ്ക് നിഫ്റ്റിയും മറിച്ചല്ല, ഇന്നത്തെ ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ അല്ലെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് S1 വന്ന് സപ്പോർട്ട് എടുത്തു, തിരിച്ചു പൊങ്ങി, വീണ്ടും അവിടുന്ന് ആഫ്റ്റർ 135 ഒരു ഫോൾ വന്നു. ആ ഫോളിൽ മാർക്കറ്റ് ശരിക്കും താഴോട്ട് വന്നിട്ടുണ്ട്. S1, S2, S3 വരെയും പോയിട്ട് അവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് അത്യാവശ്യം നല്ലൊരു ട്രേഡുകൾ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സിമിലർ സ്റ്റൈലിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ പോയ ദൂരം ഒരല്പം കുറവാണ് എന്നേ ഉള്ളൂ. അതായത് 130 ഡൗൺഫോൾ സ്റ്റാർട്ട് S1, S2 കഴിഞ്ഞ് S3 ടച്ച് ചെയ്തില്ല. അതിന് മുമ്പേ തന്നെ മാർക്കറ്റിൽ ചെറിയൊരു റിക്കവറി വന്നു, മാർക്കറ്റ് മുകളിലോട്ട് പൊങ്ങുന്ന ഒരു കാര്യം. അതായത് ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന ആ ലെവലിൽ പോയിട്ട് ക്ലോസ് ആയി. സെൻസെക്സ് ആണെങ്കിൽ സെൻസെക്സ് ഇന്ന് ഓപ്പൺ ആയത് മുകളിലാണ്, ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് S1 സപ്പോർട്ട് എടുത്തു, തിരിച്ച് മുകളിലോട്ട് പോയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തെന്ന്. ശരിക്കും ഒരു ബോറിംഗ് മാർക്കറ്റ് ആയിരുന്നു. 1.5 വരെയും ഒറ്റ ട്രേഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1.35 മാർക്കറ്റിൽ ഒരു ഫോൾ വന്നു, സ്ട്രൈറ്റ് താഴോട്ട് പോയി S1, S2, S3 ടച്ച് ചെയ്യുന്നതിന് മുമ്പേ തിരിച്ച് മാർക്കറ്റ് കയറി.
ഇനി ബാങ്ക് എക്സ് ആണെങ്കിൽ ബാങ്ക് എക്സും ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സിമിലർ സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നൊരു അല്പം ഡിഫറൻ്റ് ആണ്. ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെ ഓപ്പൺ ആയിട്ട് S2 വന്ന് സപ്പോർട്ട് എടുത്തു. പിന്നെ അത് S1 തിരിച്ചു കയറി ബ്രേക്ക് ഡൗൺ ലെവലിനെ ടച്ച് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നരക്ക് ആ ഫോളിൽ അത് നേരെ സ്ട്രൈറ്റിൽ S1 കട്ട് ചെയ്ത് S2 കട്ട് ചെയ്ത് S3 കട്ട് ചെയ്ത് S4 എത്തി. S4 ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. S4 ലെവലിലാണ് ഈ താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. S4 മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ച് മുകളിലോട്ട് പൊങ്ങിയിട്ട് അവിടെ ക്ലോസ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഓൾ ടുഗദർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ പക്ക ഒരു ബെയറിഷ് എൻഗൾഫിംഗ് രീതിയിലാണ് ഇന്നത്തെ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഇന്നലെ എൻഗൾഫിംഗ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ബെയറിഷ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ പുതിയ ലെവൽസാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് ലെവൽസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കിട്ടാത്തവർ ഗ്രൂപ്പിലൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നോക്കുക. മന്ത്ലി റാസ് ലെവൽസ് എന്ന പേരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 18,475 എന്ന ആ ഒരു ലെവലിലാണ്. ഇനി നോക്കാം നാളെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത്. മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പൊങ്ങണം. അതല്ല വേൾഡ് സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ്, ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ്. അങ്ങനെയെങ്കിൽ ഇത് തിരിച്ചിറങ്ങി നമ്മുടെ നോ ട്രേഡ് സോണിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നത് വരെയും പോകാൻ സാധ്യത. എന്തായാലും മാർക്കറ്റ് നാളെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ 18,475 സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചൊരു റിക്കവറി ഉണ്ടാവും. അല്ലെങ്കിൽ 18,356 വരെയും പോയിട്ടായിരിക്കും മാർക്കറ്റ് തിരിച്ചു കയറി വരിക. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മറ്റൊരു രീതിയിലല്ല പോകുന്നത്. മാർക്കറ്റ് ഇന്നിപ്പോൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നാളെ എന്തായാലും ഇത് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും നാളെ കാര്യങ്ങൾ തീരുമാനമാവുക. ഇന്ന് എക്സ്പയറി ഡേയിൽ നല്ല മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. സോ നാളെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ പുതിയ ആഴ്ചയുടെ തുടക്കമാണ്. സോ ഇത് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ തീരുമാനിക്കും, താഴോട്ട് പോകണോ അല്ല മുകളിലോട്ട് പോകണോ എന്നുള്ള കാര്യത്തിൽ. അപ്പം നാളത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഫിൻനിഫ്റ്റിയിലാണ് ഏറ്റവും വലിയ മൊമെൻറ്റം കാണുന്നത്. ഫിൻനിഫ്റ്റി പക്ക എൻഗൾഫിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അത് വീഴാൻ തുടങ്ങിയാൽ അമ്മാതിരി വീഴ്ചയായിരിക്കും ഇത് വീഴുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് ഒരുപാട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നമുക്ക് നാളെ നോക്കാം ഇവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പൊങ്ങുമോ എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ 3 ഇൻഡെക്സുകൾ കൂടി ഈ മാസം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മിഡ് ക്യാപ് സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മിഡ് ക്യാപ് സെലക്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനകത്ത് ലിക്വിഡിറ്റി തീരെ കുറവ്, അതായത് ട്രേഡേഴ്സ് ഇല്ല, പാർട്ടിസിപ്പൻസ് ഇല്ലാത്ത ഒരു കുഴപ്പമാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ മിഡ് ക്യാപ്പ് കണ്ടില്ലേ, ഇന്ന് ഇത്രയൊക്കെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിട്ട് അതിനകത്ത് ഒരു കുലുക്കവും ഇല്ലാതെ മുകളിലോട്ട് തന്നെ പോയി. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഇന്ന് ഒത്തിരി മുകളിലോട്ട് പോയി, 78-60 വരെയൊക്കെ പോയി. അവിടെ നിന്ന് അത് ചെറിയൊരു റിവേഴ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ കയറിപ്പോയി. ഇപ്പോൾ അടുത്ത ടാർഗറ്റ് 79.46 വരെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ മാസം ഏകദേശം 8,000 ടച്ച് ചെയ്യണം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല്. നോക്കാം എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. അതേപോലെ ഇവിടെ സെൻസെക്സിൻ്റെതും നിഫ്റ്റിയുടേതും ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നാളത്തോടു കൂടി നമുക്കറിയാം, ഇൻ കേസ് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് നന്നായിട്ട് വീഴണം എന്ന് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കണ്ട എന്നതുകൊണ്ട് ഞാൻ അത് വിട്ടുകളയാണ്. എന്തായാലും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് നോ ട്രേഡ് സോണാണ്. 62.017 61,964 ഇടയിൽ നോ ട്രേഡ് സോൺ. അവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് എങ്ങോട്ടാണോ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വരുന്നതും താഴോട്ടാണെങ്കിൽ പുട്ടിലേക്ക് ഒരു എൻട്രി എടുത്ത് കാത്തിരുന്നു കഴിഞ്ഞാൽ മന്തെറ്റിൽ സൂപ്പർ പ്രോഫിറ്റ് ആയിരിക്കും. എന്തായാലും നോക്കാം. നമുക്ക് അതേപോലെ ഇനി ബാങ്ക് എക്സ് ആണുള്ളത്. ബാങ്ക് എക്സ് സരോദയിൽ ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ ഈ മാസത്തേക്കുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു ക്യാൻഡിലും ഇല്ല, ഹിസ്റ്ററിയിൽ എവിടെയും ഇല്ല. സോ ഇന്നലത്തേൽ നിന്നും മുകളിലോട്ട് ക്യാൻഡിൽ കുറച്ചൊന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വരെ ആയിരുന്നു ഉണ്ടായിരുന്നത് 47,985 സംതിങ്. അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കാം ഇനി എങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും ഇവിടെ 50,000 ലെവൽ അതിനെ ക്രോസ് ചെയ്ത് ാണ് ഇന്ന് ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങി വന്നത്. സോ 49,628 ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ 49,542 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പൊങ്ങുകയാണ് ചെയ്തത്. നോക്കാം എങ്ങോട്ടാണ് ഈ മാസം ബാങ്ക് എക്സ് പോകുന്നത്. ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇൻഡെക്സ് ആണ്. കാരണം അതിനകത്ത് ആരും തന്നെ ട്രേഡ് ചെയ്യുന്നില്ല. ഒരു സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് 0 ആണ് എപ്പോഴും കാണിക്കുന്നത്. അതേപോലെ സെൻസെക്സിൽ അത്യാവശ്യം അറ്റ് ദ മണി സ്ട്രൈക്കുകളിൽ അത്യാവശ്യം ട്രേഡേഴ്സ് ഉണ്ട്. പിന്നെ മിഡ് ക്യാപ്പിൽ ബുധനാഴ്ച നല്ല ട്രേഡേഴ്സ് 1,00,000 മുകളിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് 0 ഒക്കെയാണ് കാണിക്കുന്നത്. ചില സമയത്ത് 1, 2, 10 പേരാണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിനകത്ത് ഇൻട്രാഡേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലോസിലേക്ക് തന്നെ അത് പോകും.
പ്രോഫിറ്റ് കണ്ടാലും സെൽ ഓഫ് ചെയ്യാൻ പറ്റാതെ പ്രോഫിറ്റ് നോക്കിയിരിക്കേണ്ടി വരും. പിന്നീട് അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈസിന് ലോസിലായാലും എങ്ങനെയും തലേന്ന് ഒഴിവാക്കാൻ വേണ്ടി സെൽ ഓഫ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലെ വിന്നേഴ്സിനെ നാളത്തോടുകൂടി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതായത് ബുക്ക് ക്ലബ്ബ് ഉണ്ട് നമുക്ക്, അതേപോലെ മന്ത്ലി ഗോൾഡ് മെമ്പറായിട്ട് സെലക്ട് ചെയ്യുന്നതുണ്ട്, ഫ്രീ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ അനൗൺസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അതേപോലെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മൾ 11 വിന്നേഴ്സിന് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേര് ഡീറ്റെയിൽസ് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ട്. താങ്ക് യു വെരി മച്ച്.